അതായത് റൊണാൾഡോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റാഷ്ഫോർഡ്, റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് വന്ന സമയത്ത് പറഞ്ഞതാണ്, റാഷ്ഫോർഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്, അവൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പണ്ടത്തെ പോലെ എൽഡർ പ്ലേയേഴ്സിനോട് അല്ലെങ്കിൽ എന്താ ലെജൻഡറി ആയിട്ടുള്ള പ്ലേയേഴ്സിനോട് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ കോച്ചിനോട് സ്റ്റാഫ്സിനോടൊന്നും റെസ്പെക്ട് ഇല്ല. നേരെ മറിച്ച് അവരുടെ കാലഘട്ടത്തിൽ, റൊണാൾഡോന്റെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അവർക്ക് ആ റെസ്പെക്ട് ഉണ്ടായിരുന്നു. റൊണാൾഡോ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അത് ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയായിരുന്നു. കാരണം ഇപ്പം നമ്മൾ റാഷ്ഫോർഡിന്റെ കാര്യം എടുത്ത് നോക്കണേ, റാഷ്ഫോർഡ് ഇപ്പോൾ തൊട്ട് മുമ്പ് ഉണ്ടായ വിഷയം നമുക്ക് അറിയണമല്ലേ. റാഷ്ഫോർഡ് എന്താ ഉണ്ടായത്? റാഷ്ഫോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അത് നമുക്ക് സീരിയസ് ആയി എടുക്കുന്ന സംഭവം, ക്ലിയർ ആയിട്ട് നമ്മൾ കേൾക്കേണ്ട സാധനമാണ്. റാഷ്ഫോർഡ് ഓനെ ടെൻഹാഗിനോട് പറഞ്ഞത് എനിക്ക് ഇല്ലസ് ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് പനിയാണ്, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഓ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്ത് ലീവ് എടുത്തിട്ട് ഓൻ നൈറ്റ് പാർട്ടിക്ക് പോയി. ഒന്ന് ആലോചിച്ചോണം, നൈറ്റ് പാർട്ടിക്ക് പോയി. ടെൻഹാഗ് എന്താ പറഞ്ഞത്? കുഴപ്പമില്ല, അത് ഇന്റേണൽ ഇഷ്യൂ ആണ്, ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അവിടെ വെച്ച് തീർന്ന്. നേരെ മറിച്ച് ഇത് ഇല്ലസ് എന്ന് പറഞ്ഞിട്ട് ഓന് ഫേക്ക് ചെയ്തത് ഒരു കാര്യം. നേരെ മറിച്ച് റൊണാൾഡോ, അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ കേൾക്കണം. റൊണാൾഡോ ഇതേപോലെ ഒരു വർഷം, കുറച്ച് വർഷം മുന്നേ തന്നെ റൊണാൾഡോ ഓന് ഇതേപോലെ ഇല്ലസ് ആയിട്ടൊന്നുമല്ല, സ്വന്തം മകള് അപ്പൻഡിക്സ് സർജറി ചെയ്തിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് വയ്യ, അവള് മരണത്തിന്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രീ സീസൺ കുറച്ച് മാച്ചുകൾ എന്ത് ചെയ്ത് റൊണാൾഡോ മിസ് ചെയ്ത്. ആ ഒരു പേരും പറഞ്ഞിട്ട് റൊണാൾഡോനെ എന്ത് ചെയ്ത് ബെഞ്ചിലിരുത്തി. അതായത് റൊണാൾഡോ വെറും കുറച്ച് മത്സരങ്ങൾ, ഇതൊക്കെ ടെൻഹാഗിന്റെ കീഴിലാട്ടാ. ടെൻഹാഗിന്റെ കീഴിൽ റൊണാൾഡോ പ്രീ സീസൺ മത്സരങ്ങൾ മിസ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇതുപോലെ ഇല്ലസാന്ന് പറഞ്ഞിട്ട് നൈറ്റ് പാർട്ടിക്ക് പോയിട്ടില്ല. റൊണാൾഡോ അവിടെ നിന്ന് കള്ളു കുടിച്ചിട്ട് ഇതാവുകയല്ലായിരുന്നു, കൂത്താടല്ലായിരുന്നു. റൊണാൾഡോ എന്ത് ചെയ്തത്? സ്വന്തം മകൾക്ക് അപ്പൻഡിക്സിന്റെ സർജറി ചെയ്തിട്ട് എന്താണ് രോഗശൈലിയിൽ എടുക്കുന്ന മകളെ സന്ദർശിക്കാൻ പോയി. അവരെ എന്താണ് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പോയി. അതിന് വേണ്ടിയിട്ട് റൊണാൾഡോനെ ബെഞ്ചിലിരുത്തി. എന്താണ് ഈ ടെൻഹാഗ് പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? ടെൻഹാഗ് പറഞ്ഞ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് റൊണാൾഡോക്ക് കുറെ ട്രെയിനിങ് സെക്ഷനുകൾ മിസ്സായി. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, റൊണാൾഡോക്ക് മാച്ച് എക്സ്പീരിയൻസ് ഇല്ലാന്ന്. ഈ രണ്ട് കാരണങ്ങളെ മുൻനിർത്തിയിട്ടാണ് ടെൻഹാഗ് പറഞ്ഞത് എന്ത്, റൊണാൾഡോനെ ഈ ടീമിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ എന്നാൽ റൊണാൾഡോനെ കുറച്ച് കാലം ബെഞ്ചിൽ ഇരുത്തണം, കുറച്ച് കാലം കഴിഞ്ഞ് മെല്ലെ കുറച്ച് കളി കൊടുത്തിട്ട് ഓരോ മെല്ലെ ടീമിലേക്ക് ഇടാണ്. അങ്ങനെ റൊണാൾഡോന്റെ സിറ്റുവേഷൻ ആലോചിച്ചു, റൊണാൾഡോ എന്താ ചെയ്യുക അവിടെ? ഇവിടെ തന്നെ നമ്മൾ വേറെ കാര്യം മെൻഷൻ ചെയ്യേണ്ടത്, അതായത് ശരിക്കും പറഞ്ഞാൽ ടെൻഹാഗ് എന്ന ഒരു കോച്ചിന്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ അവിടെ കാണേണ്ടത്. നേരെ മറിച്ച് അലക്സ് ഫെർഗൂസൺ, റൊണാൾഡോ അലക്സ് ഫെർഗൂസൺ തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അലക്സ് ഫെർഗൂസൺ റൊണാൾഡോ ഓർത്ത് പറയുന്നുണ്ട്, റൊണാൾഡോന്റെ അച്ഛൻ ഇതേപോലെ തന്നെ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത്, റൊണാൾഡോന്റെ അച്ഛൻ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് റൊണാൾഡോ എന്ത് ചെയ്ത് അലക്സ് ഫെർഗൂസനോട് പറഞ്ഞു, എന്റെ അച്ഛൻ മരണക്കിടക്കയിൽ കിടക്കുകയാണ്, എനിക്കൊന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അലക്സ് ഫെർഗൂസൺ അപ്പൊ തന്നെ എടുത്ത് പറഞ്ഞേ, പോയിക്കോ, 2-3 ദിവസം എടുത്ത് പോയിക്കോ. കാരണം അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അന്ന് പറഞ്ഞാൽ റൊണാൾഡോ കീ പ്ലെയർ ആയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ തന്നെ അത്രയും ഗോളുകൾ അടിച്ചിട്ട് ഉള്ള സീസണിലാണ് ഈ സംഭവം നടക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കീ പ്ലെയർ ആയിരുന്നു റൊണാൾഡോ. അന്നും ഫെർഗൂസൺ പറഞ്ഞ നീ പോയിക്കോ, 2-3 ദിവസം എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ചു വന്നാൽ മതി. അന്നത്തെ അതിനുശേഷം കുറച്ച് മാച്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ റൊണാൾഡോ മിസ് ചെയ്ത്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, ഫാമിലി കംസ് ഫസ്റ്റ്. റൊണാൾഡോ ആ ഇന്റർവ്യൂവിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഈ ഫുട്ബോൾ, ഈ ഫെയിം, ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും, പക്ഷെ അതിന്റെ ഏറ്റവും മുകളിൽ പറഞ്ഞ ഫാമിലിയാണ്. അതില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി റൊണാൾഡോന്റെ മകളെ കാണാൻ പോയതിനാണ് അവൻ എന്ത് ചെയ്ത് ബെഞ്ചിലിരുത്തി. അതിനെ പറ്റി എന്താ പറയുള്ളത്? തീർച്ചയായും ടെൻഹാഗ് എന്ന മൊട്ടത്തലേന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അയാളിപ്പോ നീളത്തിലും വട്ടത്തിലും മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണല്ലോ യുണൈറ്റഡ്. ആ മൊട്ടത്തല എന്ന് അവിടെ നിർത്തി മാറ്റുന്ന അന്നാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് 100% യഥാർത്ഥമായിട്ടുള്ള കാര്യം. പിന്നെ റൊണാൾഡോക്ക് മാച്ച് എക്സ്പീരിയൻസ് ഇല്ല. ഇത്രക്കധികം ഗെയിംസ് കളിച്ച് വേറെ ഏത് പ്ലെയർ ഉള്ളത്? എന്നിട്ട് ക്രിസ്ത്യാനോക്ക് മാച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇരുത്തി. അപ്പൊ ആ മൊട്ടത്തലയിൽ എത്രമാത്രം ബുദ്ധി ഉണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഏത് വഴിക്ക് നോക്കിക്കഴിഞ്ഞാലും ക്രിസ്ത്യാനോ ആ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്ത് എന്ത് കാര്യത്തിന് ഒരു കാര്യമില്ലാതെ തന്റെ ഫാമിലിക്ക് റൊണാൾഡോനെ ആവശ്യപ്പെട്ട സമയത്ത് റൊണാൾഡോ അവിടെ എന്ത് ചെയ്തു? ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. കളിക്ക് വരാൻ പറ്റില്ല, പ്രീ സീസൺ മിസ് ചെയ്തു. ഒരു പ്രീ സീസൺ കുറച്ച് ഇത് മാച്ച് മിസ് ചെയ്തതിന്റെ പേരിലാണോ ഈ ഇത്ര വലിയ ഇത്രയധികം മാച്ചസ് പുറത്തിരുത്തിയിട്ട് റൊണാൾഡോനെ ഫോം ഔട്ടാക്കി കളഞ്ഞത്? ആ ഒരു വർഷം മൊത്തം റൊണാൾഡോ ബെഞ്ചിലായിരുന്നു. പിന്നെ അവിടുന്ന് പോയ റൊണാൾഡോ വേൾഡ് കപ്പിലും ബെഞ്ചിലായിരുന്നു. ഇതിനൊക്കെ അൾട്ടിമേറ്റ് കാരണം മൊട്ടത്തലയാണ്, അല്ലെങ്കിൽ നമുക്ക് ടെൻഹാഗാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ലെജൻഡ് ക്രിസ്ത്യാനോ പോലുള്ള പ്ലെയറിനെ റെസ്പെക്ട് ചെയ്യാൻ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ യുണൈറ്റഡിന് ഇല്ല എന്നുള്ളതിനൊരു വലിയൊരു തെളിവാണ് ഈ സംഭവം. സാർ അലക്സ് ഫെർഗൂസന്റെ സമയത്തൊക്കെ റൊണാൾഡോ എത്രമാത്രം കീ പ്ലെയർ, റൊണാൾഡോനെ എത്രമാത്രം റെസ്പെക്ട് ചെയ്തിരുന്നു, റൊണാൾഡോന്റെ ഡിസിഷൻസ് എത്രമാത്രം മാനിച്ചിരുന്നു എന്നുള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ ഇപ്പോൾ സുട്ടാപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. ആ പണ്ടത്തെ ആ
ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ഇപ്പോ ആ ക്ലബിനില്ല. സത്യമാണല്ലോ റൊണാൾഡോ അതുകൊണ്ടല്ലേ പോയത്. എന്നിട്ട് ഫോമോട്ടോ എന്ന് പറഞ്ഞ റൊണാൾഡോ അപ്പുറം സൗദി ലീഗിൽ എത്തിയിട്ട് ഹാളൻഡിൽ പോലും മറികടന്നിട്ട് അവിടെ ടോപ്പ് സ്കോററായി. അപ്പൊ മൊട്ടത്തലയും പറഞ്ഞത് ഫുൾ തെറ്റാന്ന് ഇപ്പൊ പ്രൂവ് ആയില്ലേ. അത്രേ ഉള്ളൂ. ഈ മൊട്ട ഹാഗ് അല്ലെങ്കിൽ മൊട്ടത്തലേന്റെ എന്താണ് പറയാ ഹിപ്പോക്രസി അല്ലെങ്കിൽ ഓന ആ പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ എന്താ പറയാ അത്രയും മോശമാണ്. ഞാൻ നേരത്തെ അതിലേക്ക് പിന്നെയും കടക്കണില്ല, പക്ഷെ അത് മെൻഷൻ ചെയ്യേണ്ടി വന്നതുകൊണ്ട് മെൻഷൻ ചെയ്തു മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം ആ ഒരു എന്താണ് പറയാ ഈ രണ്ട് പ്ലേയേഴ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, അതായത് രണ്ട് കോച്ചിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, അലക്സ് ഫെർഗൂസന്റെയും ടെൻഹാഗിന്റെ. പിന്നെ ഇവിടെ വേറെ കാര്യം പറയുന്നത് ഇപ്പോൾ മാച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള പറഞ്ഞ സംഭവം. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു നോക്കണേ റൊണാൾഡോന്റെ ഹിസ്റ്ററിയാണ്. റൊണാൾഡോ ഇതേപോലെ തന്നെ ട്രെയിനിങ് സെക്ഷനുകൾ മിസ് ചെയ്ത സീസൺസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രീ സീസൺ മിസ് ചെയ്ത സീസൺസ് ഉണ്ട്. ഇതിലൊക്കെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് റൊണാൾഡോ കളിക്കാറങ്ങിയിട്ടുണ്ട്. ആ കളിക്കാറങ്ങിയ മാച്ചിൽ പോലും റൊണാൾഡോ എന്ത്, അതായത് ഒരു 10 മാച്ച് 20 മാച്ച് ഇഞ്ചുറി ആയിട്ട് മിസ് ചെയ്തിട്ട് റൊണാൾഡോ എന്ത് ചെയ്യുന്നുണ്ട്, പിറ്റേ കളിക്കാറുണ്ട്. കളിക്കാറങ്ങുമ്പോൾ എന്താ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. കാരണം റൊണാൾഡോക്ക് മാച്ച് എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം അതിന്റെ ഒരു വിഷയം തന്നെ വരുന്നില്ല. കാരണം റൊണാൾഡോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്.